ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമ. ഹരി ഓം. ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദശകം 11 ദശകത്തിലെ 3 ശ്ലോകങ്ങളായിരുന്നു പഠിച്ചത്. അത് 3 ഒന്ന് ഓർമ്മിച്ചതിന് ശേഷം അടുത്ത ഭാഗം വായിച്ചിട്ട് പറയാം. അപ്പോൾ ആ 3 ശ്ലോകം ആദ്യം വായിക്കാം. മുഴുവനും ആദ്യം ഒന്നങ്ങ് വായിക്കാം. ക്രമേ അഥ ശ്രീമൻ നാരായണീയെ ദശകം 11 ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജനനം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ മനോജ്ഞനൈശ്രേയസകാനനാദ്യൈः അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാः ഭവദ്ദൃക്ഷൂൻ ഭവനം വിവക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ വൈകുണ്ഠലോകാനുചിതപ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശബ്ദൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തിദീനെ മധുസ്താൻ തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷാം ഖഗേശ്വരാം സാർപ്പിതചാരുബാഹുഃ ആനന്ദയം സ്ഥാനഭിരാമമൂർത്യാ പ്രസാദ്യ ഗീർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദീഃ ത്വദീയഭൃത്യാവധ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ ദ്വൗ സന്ധ്യാസമുൽപാദനകഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ ഹിരണ്യപൂർവകശുപുക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാ നിരുന്ധാം നിജവാസനാന്തൗ തയോർഹിരണ്യാക്ഷമഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാഷ്മാ സലിലേ നിമജ്യ ചചാരഗർവാദ്വിനദൻ ഗതാവാൻ തതോ ജലേശ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തൈകദൃശ്യ സത്കൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആദ്യത്തെ 3 ശ്ലോകമാണ് നമ്മൾ പഠിച്ചു നിർത്തി. അതെന്തായിരുന്നെന്ന് ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം ഓരോന്നെടുക്കാം. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രവേദിരേ മാരുതമന്ദിരേശ. ഇവിടെ അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം ബ്രഹ്മാവ് സർഗപ്രവൃത്തിയെ
വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ദിവ്യന്മാരായിരിക്കുന്ന സനകാദി മഹർഷിമാർ അങ്ങയെ ദർശിക്കാനായി വൈകുണ്ഠത്തിൽ വന്നു. മനോജ്ഞൻ ഐശ്രേയസ കാനനാദ്യൈഹി അനേകവാപീവ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷാക. എല്ലാ ഋതുക്കളിലും പൂവിടരുന്നതായ നൈശ്രേയസം എന്ന ഉദ്യാനം അനേകം തടാകങ്ങളും സരസ്സുകളും രത്നമയങ്ങളുമായ അനേകം ഭവനങ്ങൾ എന്നിവയെ കൊണ്ട് മറ്റൊന്നിനോടും സദൃശമില്ലാതെ അല്ലെങ്കിൽ മറ്റൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്തതായ അങ്ങനെ ഇരിക്കുന്ന വൈകുണ്ഠ നിലയത്തിലെ നിരവധി പ്രാകാരങ്ങൾ കടന്ന മുനീശ്വരന്മാർ അകത്തു പ്രവേശിച്ചു. കഷ്ടപ്പെട്ട് കുറേ മതിലുകളൊക്കെ കടന്നിട്ടാണ് അവിടെ എത്തിയത്. ഭവദ്ദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാഞ്ച ചിത്തേ പദമാപകോപക സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവാനെ കാണുവാനായി വൈകുണ്ഠത്തെ പ്രവേശിച്ചവരായ സനകാദികളെ ജയനും വിജയനുമാകുന്ന ദ്വാരപാലകർ തടഞ്ഞു. മുനിമാരുടെ ചിത്തത്തിൽ കോപം ആവിർഭവിച്ചു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, എല്ലാം അങ്ങയുടെ പ്രേരണയാൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ശ്ലോകം ഇവിടെ നിർത്തിയത്. ഇന്ന് നമുക്ക് അത് 3-ാമത്തെ ശ്ലോകമായിരുന്നു. ഇന്ന് നമുക്ക് 4-ാം ശ്ലോകം മുതൽ, അപ്പം 4-ാമത്തെ ശ്ലോകം മുതൽ എടുക്കാം. ആദ്യം ശ്ലോകം വായിക്കാം. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ വൈകുണ്ഠലോകാൻ അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോ അസ്തീതി നേമദുഹു താൻ. ഹരിസ്മൃതിഹി നഹ അസ്തി ഇതി നേമദുഹു താൻ. ഹരിസ്മൃതിർനോസ്തിതി നേമദുസ്താൻ. ഒന്നിച്ച് വായിക്കുമ്പോൾ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടവും, വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത, ഉചിതം എന്ന് പറഞ്ഞാൽ യോജിച്ചത്, അനുചിതം എന്ന് പറഞ്ഞാലോ യോജിക്കാത്തത്. അപ്പം വൈകുണ്ഠലോകത്തിന് യോജിക്കാത്ത അല്ലെങ്കിൽ ചേർന്നവരല്ല ആര്? ഈ 2 പേര്. ആര്? ജയനും വിജയനും. കാരണം പ്രചേഷ്ട, ചേഷ്ട എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, പ്രചേഷ്ട എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ വൈകുണ്ഠലോകത്തിന് അനുചിതന്മാരാണ് ഈ 2 പേര്, അവരുടെ അനുചിതമായ പ്രവൃത്തികൾ. അപ്പം നിങ്ങൾ വൈകുണ്ഠലോകത്തിന് ചേർന്നവരല്ല, നിങ്ങളുടെ പ്രവൃത്തിയൊന്നും അങ്ങനെയല്ല, നിങ്ങൾ ദുഷ്ടന്മാരാണ്. കഷ്ടൗ യുവാം ദൈത്യഗതിയും ഭജേതം, നിങ്ങൾ കഷ്ടരാണ്, കഷ്ടന്മാർ എന്ന് പറഞ്ഞാലോ ദുഷ്ടന്മാരാണെന്ന അർത്ഥം. ദൈത്യഗതിയും ഭജേതം, ഗതിയെ പ്രാപിക്കട്ടെ. നിങ്ങൾ വൈകുണ്ഠലോകത്തിന് ചേർന്നവരല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യട്ടെ? ദൈത്യഗതിയെ പ്രാപിക്കട്ടെ, ദൈത്യന്മാരായി തീരട്ടെ. ദൈത്യന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ. അപ്പോൾ അസുരന്മാരായി തീരട്ടെ. ഇതി ഇപ്രകാരം പ്രശപ്തവും, ശപ്തിക്കുക എന്ന് പറഞ്ഞാൽ ശപിക്കുക, പ്രശപ്തവും എന്ന് പറഞ്ഞാൽ 2 പേരുള്ളത് കൊണ്ട് 2 പേരെയും ശപിച്ചു. ഭവദാശ്രയൗതൗ, അങ്ങയുടെ തന്നെ ആശ്രിതന്മാരായിരുന്ന അവർ 2 പേരും അവരെന്താ ചെയ്തത്? ഹരിസ്മൃതിഹി, ഹരിയുടെ സ്മൃതി ഉണ്ടാകണം. നഹ അസ്തി, ഞങ്ങൾക്ക് എപ്പോഴും ഭഗവാന്റെ സ്മൃതി, ഭഗവാനെ പറ്റിയുള്ള ഓർമ്മയുണ്ടാകണം. ഇതി നേമദുഹു താൻ. നേമദുഹു, നനാമ എന്ന് പറഞ്ഞാൽ ഏകവചനം. നനാമ, ഞാൻ നമിച്ചു. ഇനി നേമദുഹു എന്ന് പറഞ്ഞാലോ, നനാമ എന്ന ക്രിയ അത് ഏകവചനാണ്.
നേമതുഹു എന്ന് പറഞ്ഞാൽ ദ്വിവചനമാണ്. ഇനി ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞാലോ നനാമ എന്ന് പറയും. അഹം നനാമാമി, നമാമി, അഹം നമാമി, നമഃ നമസ്കരിച്ചു. അപ്പം ഈ സനകാദികൾക്ക് ആക്ച്വലി ദേഷ്യമുണ്ടാകാൻ പാടുണ്ടോ? ഇല്ലല്ലേ. അവർക്ക് കോപമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഈ ദേഷ്യവും സന്തോഷവും ഇതെല്ലാം തരുന്നതാരാണ്? അതും ഭഗവാൻ തന്നെയാണ് തരുന്നത് അല്ലേ. കോപവും സന്തോഷവും പിന്നെ ബാക്കിയുള്ള നമ്മളുടെ എല്ലാ വികാരങ്ങളും ഭഗവാൻ തന്നെ തരുന്നതാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഒരാൾ മരിച്ചു പോയാൽ അനുശോചനം അല്ലെ, കണ്ടോളൻസ് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടെയുണ്ട്, അനുഗമിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങളുടെ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ് അനുശോചനം എന്ന് പറഞ്ഞാൽ. ഇവിടെ അനുചിത പ്രചേഷ്ട, ഉചിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരായ നിങ്ങൾ ദുഷ്ടന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈത്യഗതിയെ, അസുരഗതിയെ പ്രാപിച്ചാലും എന്നാണ് ശപിച്ചത്. അപ്പം ഇപ്രകാരം ശപിക്കപ്പെട്ട അവർ രണ്ടുപേരും, ആ ജയവിജയന്മാരെന്താണ് പറഞ്ഞത്? ഹരിസ്മൃതി, ഹരിയുടെ സ്മൃതി, ഹരിയുടെ ഓർമ്മ. നഖ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, അസ്ഥി ഞങ്ങൾക്കുണ്ടാകട്ടെ, ഹരിയുടെ സ്മൃതി ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവർ നമസ്കരിച്ചു. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോ സ്ഥിതിനേമദുസ്താൻ. അതായത് നിങ്ങൾ വൈകുണ്ഠലോകത്തിന് ചേർന്നവരൊന്നുമല്ല, നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ ക്രൂരന്മാരുടെ പ്രവൃത്തികളാണ്, അതുകൊണ്ട് നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്ന് കോപം പ്രാപിച്ചവരായ സനകാദി മുനികൾ ജയവിജയന്മാരെ ശപിച്ചു. അങ്ങയുടെ കിങ്കരന്മാരായ അവരാകട്ടെ തങ്ങളുടെ അസുര ജന്മത്തിൽ പോലും അങ്ങയുടെ സ്മരണ ചിത്തത്തിൽ നിന്നൊഴിയാതെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹർഷീശ്വരന്മാരുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്നർത്ഥം. അടുത്ത ശ്ലോകം തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുഃ ആനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയ. അടുത്ത ശ്ലോകത്തിൽ തത് ഏതത് ആജ്ഞ തദേതദാജ്ഞായ ഭവാനവാപ്തഃ. തത് ഏതത് ആജ്ഞായ എന്ന് പറഞ്ഞാൽ, ആജ്ഞ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്, തഥാ അപ്പോൾ, ഏതത് ആജ്ഞായ അതായത് അറിഞ്ഞിട്ട്, അപ്പോൾ ഇപ്രകാരം അറിഞ്ഞിട്ട് ഭവാൻ അവാപ്തഃ ഭഗവാൻ ഓടിയെത്തി. അവാപ്തഃ സഹൈവ ലക്ഷ്മ്യ ബഹിരംബുജാക്ഷ. സഹ ഏവ ലക്ഷ്മ്യ ലക്ഷ്മീദേവിയോട് കൂടി, ബഹിഹി അംബുജാക്ഷ, ബഹിഹി പുറത്തേക്ക്. അപ്പം ലക്ഷ്മീദേവിയോടുകൂടി പുറത്തേക്ക് ഓടി വന്നു ഭഗവാൻ. എന്തറിഞ്ഞപ്പം? സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചു എന്നറിഞ്ഞിട്ട് ഭഗവാൻ ഓടിയെത്തി ലക്ഷ്മി ദേവിയോടുകൂടി. അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ താമരക്കണ്ണ. അംബുജം താമരയാണ്, അക്ഷം കണ്ണാണ്, താമരക്കണ്ണ്. അപ്പോൾ ബഹിർ അംബുജാക്ഷ,
എന്ന് പറഞ്ഞാൽ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഓടിയെത്തി ഖഗേശ്വര ഹംസാർപ്പിത ചാരുബാഹു. ഖഗേശ്വരൻ്റെ ഖഗം, ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, ഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുന്ന. അപ്പോൾ ആകാശത്തിൽ ഗമിക്കുന്നവരുടെ ഈശ്വരനായ ആരാണത്? ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഖഗങ്ങൾ, പക്ഷികൾ, അവരുടെ നേതാവാരാണ്, അല്ലെങ്കിൽ അവരുടെ ഈശ്വരൻ ആരാണ്? ഗരുഡൻ. അപ്പോൾ ഈ ഗരുഡൻ അറിഞ്ഞു അല്ലേ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പം ചാരുബാഹുഹു, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായത്, ബാഹു എന്ന് പറഞ്ഞാൽ കൈകൾ. അപ്പം ആ ഖഗേശ്വരൻ്റെ അംശത്തിൽ, അംശം തോള്, കൈ അർപ്പിച്ചിട്ട്, കയ്യെ എടുത്ത് അതായത് ഭഗവാൻ ഇറങ്ങി ഓടിയപ്പം പുറകെ ലക്ഷ്മി ദേവി ഓടുന്നുണ്ട്. തൊട്ട് അടുത്ത് തന്നെ നമ്മുടെ ഗരുഡനും ഉണ്ട്. പക്ഷേ ഭഗവാൻ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവിടെയൊന്നും ആ ഗരുഡൻ്റെ പുറത്തേക്കൊന്ന് കയറാൻ പോലുമുള്ള ക്ഷമയുണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഖഗേശ്വരൻ്റെ ആ മനോഹരമായ രൂപത്തെ, ആനന്ദയം സ്ഥാന അഭിരാമമൂർത്തിയ, നല്ല സന്തോഷത്തോടെയുള്ള ആ ദൃശ്യരൂപം, അഭിരാമം എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നത്, ആനന്ദൻ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചവൻ, താൻ സന്തോഷിച്ചവനായ താൻ അഭിരാമമൂർത്തിയ, അഭിരാമം രമിക്കുക അല്ലേ. അപ്പം നല്ല മനോഹരമായ രമിപ്പിക്കുന്ന മൂർത്തി ആയി ഭഗവാൻ ഓടി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. അതാണ് അംസം തോള്, ഖഗം പക്ഷി, പക്ഷികളുടെ ഈശ്വരൻ ഗരുഡൻ, ചാരുഹു, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരമായത്, ബാഹു കയ്യാണ്, ആനന്ദൻ ആനന്ദിക്കുന്നവനായി, അപ്പം ഇവിടെ വൈകുണ്ഠലോകത്തിന് യോജിക്കാത്ത പ്രവൃത്തി ചെയ്യുന്ന ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്ന് കോപിഷ്ഠനായ സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചു. അങ്ങയുടെ കിങ്കരന്മാരായ അവരാകട്ടെ ഞങ്ങളുടെ അസുരജന്മത്തിൽ പോലും അങ്ങയുടെ സ്മരണ ചിത്തത്തിൽ നിന്നൊഴിയാതെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹിഷീശ്വരൻ അല്ലെങ്കിൽ ആ മഹർഷിമാരുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്ന് 4-ാമത്തെ ശ്ലോകം. ഹരിഹി സ്മൃതിഹി നഹ അസ്തി ഇതു ഇതി. വൈകുണ്ഠലോകത്തിന് യോഗ്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. സനകാദിമുനികൾ ജയവിജയന്മാരെ ശപിച്ചു. അങ്ങയുടെ കിങ്കരന്മാരായ അവരാകട്ടെ തങ്ങളുടെ അസുരജന്മത്തിൽ പോലും അങ്ങയുടെ സ്മരണ ചിത്തത്തിൽ നിന്ന് ഒഴിയാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ മഹർഷീശ്വരന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു എന്നർത്ഥം. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തോ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോ സ്ഥിതിനെ മധുസ്ഥാൻ. അടുത്ത ശ്ലോകം. തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷാം ഖഗേശ്വരാം സാർപ്പിതദാചാരുബാഹുഃ ആനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയാം. തഥാ അപ്പോൾ ഏതത് ആജ്ഞായ, ഏതൊന്ന് അറിഞ്ഞപ്പോഴാണോ, തഥാ ഏതത് അപ്പോൾ ഏതൊന്നറിഞ്ഞിട്ടാണോ ഭഗവാൻ
അവാപ്തഹ ഓടിയെത്തിയത്. എങ്ങനെ ഓടിയെത്തിയത്? സഹൈവ ലക്ഷ്മ്യ, സഹായേവ ലക്ഷ്മ്യ, ലക്ഷ്മി ദേവിയോട് കൂടി, ബഹിഹി അംബുജാക്ഷ, പുറത്തേക്ക് ഓടി വന്നു. ഖഗേശ്വരാംസാർപ്പിത ചാരുബാഹു ആനന്ദയം സ്ഥാന അഭിരാമമൂർത്തിയ. അതായത് സനകാദികളാൽ ജയവിജയന്മാർ ശപിക്കപ്പെട്ട അവസരത്തിൽ ഭഗവാൻ നടന്നതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഒരു കൈ പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ തോളിൽ അർപ്പിച്ചുകൊണ്ട് ലക്ഷ്മീദേവിയോടുകൂടി അങ്ങയുടെ ഭഗവാന്റെ വാസഗ്രഹത്തിൻ്റെ, അതായത് ഭഗവാന്റെ താമസ സ്ഥലം ആലയമാണല്ലോ വൈകുണ്ഠം. അപ്പോൾ അതിൻ്റെ വെളിയിൽ വന്ന് സനകാദികൾക്ക് അങ്ങയുടെ അത്യാകർഷമായ ദിവ്യമായ ദർശനത്തെ നൽകി. അപ്പോൾ ഭഗവാൻ വേഗം വന്ന് അവർക്ക് ആ സനകാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് അവരെ ദിവ്യ ദർശനം കൊടുത്തു അവർക്ക്. അപ്പോൾ ഭഗവാന്റെ രൂപം കാണുമ്പോൾ എത്ര കഠിന ഹൃദയമാണേലും ഒന്ന് അലിയും അല്ലേ. അപ്പോൾ അങ്ങനെ ഭഗവാൻ അവരെ ദിവ്യ ദർശനം കൊടുത്ത് സന്തുഷ്ടരാക്കി. അതുപോലെ തന്നെ സ്തോത്രം ചെയ്യുന്നവരായ സനകാദികളെ മധുരവാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്തി. അങ്ങല്ലാതെ കരുണ അല്ലെങ്കിൽ അങ്ങല്ലാതെ മറ്റൊരു നാഥനുമില്ലാത്ത ഭയവിഹ്വലത അല്ലെങ്കിൽ എന്താ ഉണ്ടായ ജയവിജയന്മാരോട് അങ്ങല്ലാതെ വേറെ ആശ്രയം അവർക്കാരുമില്ല. അങ്ങനെയുള്ള ജയവിജയന്മാരോട് അല്ലയോ പാർഷദന്മാരെ, എൻ്റെ പാർഷദന്മാരായവരെ, നിങ്ങൾ എന്നോട് ശത്രുഭാവത്തോടുകൂടി 3 ജന്മങ്ങൾ അനുഗ്രഹ രൂപേണ അരുളി ചെയ്തു. അപ്പോൾ 3 ജന്മത്തിലും എൻ്റെ കയ്യിൽ നിന്ന് മരണം പ്രാപിച്ച നിങ്ങൾ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങയുടെ ദിവ്യദർശനത്തിൽ സന്തുഷ്ടനായി സ്തോത്രം ചെയ്യുന്നവരായ സനകാദികളെ മധുര വാക്കുകൾ കൊണ്ട് പ്രകാശിപ്പിച്ച് സനകാദികളെ മധുരവാക്കുകൾ കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട് അങ്ങയുടെ മധുരമായ രൂപത്തെ കാണിച്ചു കൊടുത്തു. ഇനി അടുത്ത ശ്ലോകം പഠിക്കാം നമുക്ക്. അടുത്ത ശ്ലോകമാകട്ടെ, പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥൗ അഥ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈ സ്ത്രീഭീർമാം ഉപേതമിത്യാത്തകൃപം നഗാദീഹി. പ്രസാദ്യ ഗീർഭിഹി, ഗീർഭി എന്ന് പറഞ്ഞ വാക്കുകൾ, പ്രസാദിപ്പിച്ചിട്ട്, സ്തുവതഃ സ്തുതിക്കുക, മുനീന്ദ്രാൻ മുനിമാരെ സ്തുതിച്ചിട്ട്, അനന്യനാഥാവധ ഇവർക്ക് വേറെ ഒരു നാഥനും ഇല്ല, അങ്ങല്ലാതെ വേറെ ആരും നാഥനില്ല എന്ന് കണ്ടിട്ട്, സംരംഭയോഗേന ഭവൈ സ്ത്രീഭീർമ 3 സംരംഭങ്ങൾ കൊണ്ട് 3 സംരംഭങ്ങളിൽ, അതായത് ജയവിജയന്മാർ ആദ്യത്തെ അസുരജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവായിരുന്നല്ലോ. രണ്ടാമത്തെ ഇതിൽ രാവണനും കുംഭകർണനുമായിരുന്നു. മൂന്നാമത്തെ ഇതിൽ ശിശുപാലനും ദന്തവക്ത്രനുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഈ 3 ജന്മങ്ങളും ജയവിജയന്മാർ തന്നെയായിരുന്നു. 3 ജന്മം എടുത്തിട്ട് ഭഗവാനെ സേവിക്കാനുള്ള ഇത് കിട്ടിയതാണ്. ഇനി ആ പ്രാരബ്ധം മാറുന്നവരെ അവരങ്ങനെയായിരിക്കും. അപ്പം ജയവിജയന്മാരെ ആദ്യത്തെ അസുരജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായി. മൂന്നാമത്തെ ജന്മത്തിൽ ആരാണ്? ശിശുപാലനും
ദന്തവക്ത്രനുമായി തീർന്നു. അപ്പം 3 ജന്മങ്ങളിലും ഭഗവാന്റെ കൈകളാൽ അന്ത്യം സംഭവിച്ച 3-ാം ജന്മത്തോടെ ജീവൻ മുക്തനായി ഭവിക്കുകയും ചെയ്തു. അപ്പം 3 പ്രാവശ്യവും ഭഗവാൻ തന്നെയാണ് അവരെ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വീരമൃത്യുവാണ് അവർക്ക് കിട്ടിയതല്ലേ. അവരുടെ ആ ഇതെല്ലാം പ്രാരബ്ധം എല്ലാം പോയി. ഇനി അവർക്കൊരു മനുഷ്യജന്മമില്ല, അവർ മുക്തരായിപ്പോയി. പ്രസാദ്യ ഗീർഭീസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേതമിത്യാത്തകൃപം നെഗാദീഹി. പ്രസാദ്യ ഗീർഭീസ്തുവതോ മുനീന്ദ്രാനന്യനാഥാവത അഥ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രീഭിർമാം ഉപേതമിത്യാത്തകൃപം നെഗാദീഹി. അങ്ങയുടെ ദിവ്യദർശനത്തിൽ സന്തുഷ്ടരായി സ്തോത്രം ചെയ്യുന്നവരായ സനകാദികളെ മധുരവാക്കുകളെ കൊണ്ട് പ്രസാദിപ്പിച്ച് അങ്ങല്ലാതെ മറ്റൊരു നാഥനില്ലാത്തവരും ജയവിജയന്മാരോട് അല്ലാതെ അപ്പോൾ ഭഗവാൻ അല്ലാതെ വേറെ ഒരു ആശ്രയം അവർക്കില്ല. ജയവിജയന്മാർ ഭഗവാന്റെ തന്നെ പാർഷദന്മാരല്ലേ. അപ്പോൾ അവരോട് പറയുകയാണ്, അല്ലയോ പാർഷദന്മാരെ, നിങ്ങൾ എന്നോട് ശത്രുത്വത്തോടുകൂടി 3 ജന്മങ്ങൾ അനുഭവിച്ചിട്ട് എന്നെ തന്നെ പ്രാപിച്ചാലും ഭഗവാനെ തന്നെ പ്രാപിച്ചാലും എന്നരുളി ചെയ്തു. അപ്പോൾ ഭഗവാന്റെ ആ മൂർത്തി നല്ല ഇതായിട്ടുള്ള മനോഹരമായ ആ മൂർത്തിയെ കാണിച്ച് അവർക്ക് അനുഗ്രഹമൊക്കെ കൊടുത്ത് പോന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ വൈകുണ്ഠലോകാന അജിതപ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേദം ഇതി പ്രശപ്തോ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിന്യോസ്തിദിനേ മധുസ്ഥാൻ എന്ന ശ്ലോകത്തിന് അർത്ഥം, വൈകുണ്ഠലോകത്തിന് യോഗ്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്ന് സനകാദികൾ ആരെ ശപിച്ചു? ജയവിജയന്മാരെ ശപിച്ചു. അപ്പം ഈ ശാപം ഈ ഭഗവാന്റെ ആശ്രയന്മാരായ അവരെ ആ തൗ എന്ന് പറയുന്ന ദിവ്യവചനം വന്നുകൊണ്ട് 2 പേര്, ഒരാളെ അല്ല 2 പേര്, ഏകവചനാവുമ്പോഴോ അല്ലേ തം. അപ്പം ഇവിടെ തൗ എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്, അതുകൊണ്ടാണ് ആശ്രയൗ എല്ലാം അവിടെ പ്രശപ്തൗ ശപിച്ചു എന്ന് പറയുമ്പോൾ ഔ എന്ന് വന്നു, അതെല്ലാം ദിവചനം വന്നുകൊണ്ടാണ്. അപ്പം ഹരിഹി സ്മൃതിർനഹ, ഞങ്ങളെ ഹരിസ്മൃതി ഉണ്ടാകണം 3 ജന്മത്തിലും ഹരിയുടെ സ്മൃതി ഞങ്ങൾക്കുണ്ടാകണമെന്ന് അവർ പ്രാർത്ഥിച്ചു നമസ്കരിച്ചു അല്ലേ. അപ്പോൾ വൈകുണ്ഠലോകത്തിന് അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരായ നിങ്ങൾ അസുരന്മാരായി തീരട്ടെ എന്ന് സനകാദികൾ ശപിച്ചു. അങ്ങയുടെ കിങ്കരന്മാരായ അവരാകട്ടെ ഞങ്ങളുടെ അസുരജന്മത്തിൽ പോലും ഞങ്ങൾക്ക് ഹരിസ്മരണ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹർഷിമാരെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നമസ്കരിച്ചു എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തേത് തദേതദാജ്ഞായ ഭവാൻ അവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹു ആനന്ദയം സ്ഥാന അഭിരാമമൂർത്തിയ. അതായത് സനകാദികളാൽ ജയവിജയന്മാർ ശപിക്കപ്പെട്ട അവസരത്തിൽ ഭവാൻ നടന്നതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഒരു കൈ പക്ഷീന്ദ്രനായ ഗരുഡൻ്റെ തോളിൽ അർപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതിയോടുകൂടി അങ്ങയുടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ ആ വൈകുണ്ഠത്തിൻ്റെ വെളിയിലേക്ക് ഓടി വന്നു.
സനകാദികൾക്ക് അങ്ങയുടെ ദർശനം കൊടുത്തു, ദിവ്യ ദർശനം കൊടുത്തുകൊണ്ട്. 3-ാമത്തെ ശ്ലോകത്തിൽ പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം നഗാദിഹി. അങ്ങയുടെ ദിവ്യ ദർശനത്തിൽ സന്തുഷ്ടരായ ഈ സ്തോത്രം ചെയ്യുന്നവരായ സനകാദികളെ മധുരവാക്കുകളാൽ പ്രസാദിപ്പിച്ചിട്ട് അങ്ങല്ലാതെ മറ്റൊരു നാഥനുമില്ലാത്ത ജയവിജയന്മാരോട്, അല്ലയോ പാർഷദന്മാരെ, നിങ്ങളെന്നോട് ശത്രുഭാവത്തോടുകൂടി 3 ജന്മങ്ങൾ അനുഭവിച്ചിട്ട് എന്നെ തന്നെ പ്രാപിച്ചാലും എന്ന അനുഗ്രഹവും കൊടുക്കുകയും ചെയ്തു, അരുളി ചെയ്തു എന്ന്. ഇനി നിങ്ങൾക്കിതിൻ്റെ അർത്ഥം, ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം, എല്ലാ വാക്കുകളുടെ അർത്ഥം ഞാൻ പറഞ്ഞു. ഹരിഹി സ്മൃതിഹി നഹ അസ്തി ഇതി, ആ ഒറ്റ വാക്കിൻ്റെ ഹരിസ്മൃതിർനോസ്ഥിതി എന്ന് പറഞ്ഞാണ്. ഹരിസ്മൃതിഹി നഹ അസ്തി ഇതി, ഹരിസ്മൃതിർനോസ്ഥിതി എന്നും വരും. നേമധുഹു താൻ നേമധുസ്താൻ. ഇനി നേമധുഹു എന്ന് പറഞ്ഞു അല്ലേ, നമസ്കരിച്ചു താൻ. നനാമ എന്ന് പറഞ്ഞ ഏകവചനം, നേമധുഹു ദ്വിവചനം. അപ്പം ഞാൻ നമിക്കും എന്ന് പറയുമ്പോഴോ അഹം നമാമി എന്ന് വരും, നമാമി എന്ന് വരും. നനാമ ഏകവചനം, നമഃ അല്ലേ, നേമധുഹു നമഃ എന്നുള്ളത് ക്രിയാരൂപം. നമഃ നമസ്കരിച്ചു. നനാമ ഏകവചനം, നേമധുഹു ദ്വിവചനം. നമാമി ഞാൻ നമിക്കുന്നു. ഇനി ഇതിൽ തഥാ അപ്പോൾ ഏതത് ആജ്ഞായ എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഇത് അറിഞ്ഞ ഭഗവാൻ അവാപ്ത ഓടിയെത്തി. സഹായേവ ലക്ഷ്മി ദേവിയോട് കൂടി, അതാണ് സഹൈവ, സഹായേവ എന്നാണ് സഹൈവ. ബഹി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. അംബുജാക്ഷ, അംബുജം താമര, അക്ഷം കണ്ണ്, താമരക്കണ്ണൻ. ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ, ഖഗം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ഗമിക്കുന്നത് പക്ഷികൾ അല്ലേ. ഈശ്വരൻ, ഖഗങ്ങളുടെ പക്ഷികളുടെ ഈശ്വരനായ ആരാണ്? പക്ഷികളുടെ ഈശ്വരൻ ഗരുഡൻ. ഗരുഡൻ അംസം എന്ന് പറഞ്ഞാൽ തോള്, അർപ്പിത എന്ന് പറഞ്ഞാൽ വെച്ചിട്ട്. അപ്പം ആ ഗരുഡൻ്റെ തോളിൽ കൈകൾ വെച്ചിട്ടെന്നാണ് അവിടെ, കൈകൾ അർപ്പിച്ചിട്ട്. ചാരു ബാഹുഹു, ചാരു എന്ന് പറഞ്ഞാൽ മനോഹരം, ബാഹു കൈകൾ, മനോഹരമായ കൈകൾ ഗരുഡൻ്റെ തോളിലേക്ക് വെച്ച് മഹാലക്ഷ്മിയോടുകൂടി അവാപ്തക എത്തിച്ചേർന്നു. എന്നിട്ടോ ആനന്ദയൻ, ആനന്ദിപ്പിച്ചുകൊണ്ട്, താൻ അഭിരാമമൂർത്തി, ആ ഭഗവാന്റെ മനോഹരമായ ആ മൂർത്തിയെ കൊണ്ട് ദിവ്യദർശനം കൊടുത്തു എന്നർത്ഥം. പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈ സ്ത്രീഭിർമാം. അനന്യനാഥ, നാഥനില്ലാത്തവർ, ഈ ഭഗവാൻ അല്ലാതെ വേറെ ആരും നാഥനില്ല അവർക്ക്, ജയവിജയന്മാർക്ക്. അപ്പം ഈ നല്ല നല്ല വാക്കുകളെ കൊണ്ട് മുനികളെ സന്തോഷിപ്പിച്ചിട്ട് ആരും ആശ്രയം, ഭഗവാനല്ലാതെ ആരും ആശ്രയമില്ലാത്തവരായ അവരെ എന്തു ചെയ്തു? 3 ജന്മം ഭവൈഹി ഭവിക്കട്ടെ. ത്രീഭി എന്ന് പറഞ്ഞാൽ 3 ജന്മം, അവർക്ക് 3 ജന്മം അവർ ഇത് ചെയ്തു. ഈ 3 ജന്മം കഴിയുമ്പം നിങ്ങൾ എന്നോടുകൂടി തീരട്ടെ എന്ന് കൃപയോടുകൂടി, ഇതി ആത്തകൃപം വർദ്ധിച്ച കൃപയോടുകൂടി നേഗാദീഹി എന്ന് പറഞ്ഞാൽ നന്നായി പറഞ്ഞു എന്നർത്ഥം. അപ്പം
ഇവിടെ പോയി. അപ്പം മൂന്നിൻ്റെ കൂടെ ഇതിലർത്ഥം പറയാം. അങ്ങയുടെ ദിവ്യദർശനത്തിൽ സന്തുഷ്ടരായ, സ്തോത്രം ചെയ്യുന്ന, അങ്ങയെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതായ സനകാദികളെ മധുരവാക്കുകളെ പ്രസാദിപ്പിച്ചിട്ട് അങ്ങല്ലാതെ മറ്റൊരു നാഥനില്ലാത്ത ജയവിജയന്മാരോട്, അല്ലയോ പാർഷദന്മാരെ, നിങ്ങൾ എന്നോട് ശത്രുഭാവത്തോടുകൂടി 3 ജന്മങ്ങൾ, ഇപ്പം 3 ജന്മം, ആദ്യത്തേത് ആ ജയവിജയന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശുവായത്. പിന്നെ 2ാമത്തെ ജന്മത്തിൽ അവർ രാവണനും കുംഭകർണനുമായിരുന്നു. 3ാമത്തെ ജന്മത്തിൽ ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട്. അവ 3 ഭാവത്തിലും ഭഗവാന്റെ ശത്രുക്കളായിരുന്നവർ. എന്നിട്ട് അവർ പിന്നെ ഈ 3 ജന്മങ്ങളിലും ഭഗവാന്റെ കൈകൾ കൊണ്ടാണ് അവർ മരിക്കപ്പെട്ടത്. അപ്പോൾ 3ാം ജന്മത്തോടെ അവർ ജീവൻ മുക്തരായി തീരുകയും ചെയ്തു എന്ന് അർത്ഥം. 3 ശ്ലോകം ഒന്നും കൂടി വായിക്കാം. പല പ്രാവശ്യം വായിക്കുന്നത് കേട്ട് പഠിക്കാൻ വേണ്ടിയാണ്. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തി ദിനേ മധുസ്ഥാൻ തദേതതാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷാം ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുഃ ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയാം പ്രസാദ്യ ഗീർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദീഹി. ഇതി ആത്തകൃപം, ഇപ്രകാരം വർദ്ധിച്ച കൃപയോടുകൂടി, ന്യഗാദീഹി നന്നായി പറഞ്ഞു എന്നർത്ഥം. ഉപേതം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക. ഈ 3 ജന്മവും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടുകൂടി, എന്നെ പ്രാപിക്കുക, എന്നോടുകൂടി ചേരുക, എന്നിലേക്ക് ലയിക്കുക എന്ന് അനുഗ്രഹം കൊടുത്തിട്ട് ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുത്തു എന്ന് അർത്ഥം. അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം.